Good morning, children. How are you all? So today we are going to learn an article named Chote Chote Khatre. Cheriya Cheriya risk. You have to set your mind or to take a risk. Okay. സോ അതിനെപ്പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ട ഒരു കാര്യം ദി അൺടെത്തേർഡ് സോൾ, ദാറ്റ് ഈസ് ദ ജേർണി ബിയോണ്ട് യുവർ സെൽഫ്. ദ ഓത്തർ ഈസ് മൈക്കിൾ എ സിംഗർ. ഓക്കെ, അപ്പോൾ എന്താ ഈ അൺടെത്തർ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റിലീസ് ഓർ ഫ്രീ ഫ്രം ടെത്തർ. ടെത്തർ എന്ന് വെച്ചാൽ എന്താ മീനിങ് അറിയോ? എ റോപ്പ് ചെയിൻ യൂസ് ടു ടൈ ആൻ അനിമൽ ടു എ ഫിക്സഡ് ഓബ്ജെക്റ്റ് സോ ആസ് ടു കൺഫൈൻ ഇറ്റ് ടു എ സ്മോൾ ഏരിയ. ഒരു അനിമലിനെ ഒരു ചെറിയൊരു ഏരിയയിൽ ടൈ ചെയ്തിടുന്ന, എവിടേക്കും മൂവ് ചെയ്യാൻ പറ്റാതെ, അതിനെയാണ് ടെത്തർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺടെത്തർ. അൺടെത്തർ മീൻസ് റിലീസ് ഓർ ഫ്രീ ഫ്രം ടെത്തർ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ മൈക്കിൾ എ സിംഗർ ഒരു വലിയ ഫിലോസഫറാണ്, റൈറ്ററാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എഴുതിയ ബുക്കിൻ്റെ പേരാണ് ദി അൺടെത്തേർഡ് സോൾ, ദ ജേർണി ബിയോണ്ട് യുവർ സെൽഫ്. ഇറ്റ് ഈസ് ആൻ അമേസിംഗ് സെൽഫ് ഹെൽപ്പ് ബുക്ക് ഫോർ എനിവൺ ദാറ്റ് വാണ്ട്സ് ടു അറ്റൈൻ ഇന്നർ പീസ് ആൻഡ് എവർലാസ്റ്റിംഗ് ഹാപ്പിനെസ്. The book teaches that we are separate from the voice in our heads and advises us about the importance of deciding to be happy regardless of what happens. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സന്തോഷിക്കേണ്ട ഒരു അവസരം വരുമ്പോഴും നമ്മളില്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും അയ്യോ ഇത് ഇത്രയല്ലേ എനിക്ക് കിട്ടിയുള്ളൂ എന്നുള്ളത് ആലോചിച്ചിട്ടും നമ്മൾ നിരന്തരം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ ഇന്നർ പീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. മനസ്സിലായോ? അപ്പോൾ ഇന്നർ പീസ് വേണമെങ്കിൽ നമ്മൾ ചില റിസ്ക് ഫാക്ടേഴ്സ് എടുക്കാൻ വില്ലിങ് ആവണം. റിസ്ക് ഫാക്ടേഴ്സ് എടുക്കാൻ എന്ത് വേണം? ധൈര്യം വേണം, അല്ലേ? കാരണം എപ്പോഴും നോക്കിയിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന റുട്ടീന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ നമ്മൾ ആകെ അപ്സെറ്റ് ആവും. അയ്യോ ഇനി എന്താ ചെയ്യുക, ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യുക, അത് എനിക്ക് ചെയ്യാനില്ലേ? സോ വൈ യു ആർ വറിയിങ് അബൌട്ട് ഇറ്റ്? യു ഷുഡ് അഡ്ജസ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ അറൗണ്ട് യു. അതാണ് അദ്ദേഹം പറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില അമേസിങ് കോട്ട്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം, ഒരു 2-3 ഓക്കെ. യു വിൽ നോട്ട് ബി ഏബിൾ ടു സോൾവ് എനിത്തിങ് ഔട്ട്സൈഡ് അൺടിൽ യു ഓൺ ഹൗ ദ സിറ്റുവേഷൻ അഫക്ട്സ് യു ഇൻസൈഡ്. നിങ്ങൾക്ക് പുറത്തൊരു പ്രശ്നം വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. എപ്പോൾ വരെ പറ്റില്ല? അൺടിൽ ആൻഡ് അൺലെസ്. എപ്പോഴാണോ ആ ഒരു ഇത് നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്തിടത്തോളം നമുക്ക് ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമ്മൾ പ്രോബ്ലംസ് ഉണ്ടാവും ലൈഫിൽ, അല്ലേ? എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശാന്തമായിട്ട് ആലോചിക്കണം. ആ ഒരു മൊമെൻ്ററിയിൽ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയണത്. നെക്സ്റ്റ് കോട്ട്: just relieve your mind of the job of making sure that everyone and everything will be the way you need them to be so that you can feel better inside. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനൊരു റിലീവ് വിട്ട് കൊടുക്കുക. നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ വെറുതെ കുഴപ്പിക്കൊണ്ടിരിക്കരുത്. മനസ്സിലായോ? അപ്പം എന്താവും, നമ്മുടെ അത് ഇന്നർ പീസ്. ഇപ്പോൾ 95 മാർക്സ് കിട്ടി, അയ്യോ എനിക്ക് ആ 5 മാർക്ക് എവിടെ പോയി, 5 മാർക്ക് എന്നാലും പോയില്ലേ പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ ഈ 95 മാർക്ക് വാങ്ങിയതിൻ്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് ആ എന്താ പറയുക, അതിൻ്റെ ഒരു സന്തോഷം ആസ്വദിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരികയാണെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ എന്ത് നമുക്ക് ലഭ്യതയുണ്ടോ അതിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തണം.
അത് പോരാ, അയ്യോ അത് എനിക്ക് ഇത്ര കുറഞ്ഞു പോയില്ലേ. ഇപ്പോൾ അതൊന്നും വേണ്ട, അമ്മ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി, വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി, അല്ലെങ്കിൽ ബിരിയാണി വെച്ചു, അതിൽ നിങ്ങൾക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ പീസ് കുറച്ചേ കിട്ടിയുള്ളൂ, നിങ്ങൾ ഉടനെ സങ്കടപ്പെട്ടു, എനിക്കത് ആ പ്ലേറ്റിലുള്ള പോലെ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട്. സി ദാറ്റ് മീൻസ് അറ്റ് ദാറ്റ് പോയിൻറ്റ് യു ആർ നോട്ട് എൻജോയിങ് ദ ഫുഡ് യു ആർ ഹാവിങ്. ആ സമയത്ത് നമ്മൾ ക്രിബ് ചെയ്തുകൊണ്ടിരിക്കണം, എനിക്കത് പറ്റിയില്ലല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, അമ്മയ്ക്ക് അവർക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അതെനിക്ക് തരാഞ്ഞത്. സി വാട്ട് ഹാപ്പൻസ്, യു ആർ സ്പോയിലിംഗ് യുവർ സെൽഫ്, യു ആർ സ്പോയിലിംഗ് യുവർ ഇന്നർ പീസ്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നത്. അനദർ കോട്ട്, എവറിത്തിങ് വിൽ ബി ഓക്കെ ഓർ സൂൺ ആസ് യു ആർ as soon as you are okay with everything, and that is the only time everything will be okay. നമ്മൾ പറയില്ലേ എല്ലാം ശരിയാവും എന്ന് പറയില്ലേ, അത് എപ്പോഴാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓക്കെ ആവുന്നോ അന്നേ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുള്ളൂ എന്ന്. ഓക്കെ, നൗ വേറൊരു കോട്ട് നോക്കൂ. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് വൺ ക്യാൻ ഗിവ് ടു ഗോഡ് ഈസ് ടു ബി പ്ലീസ്ഡ് വിത്ത് ഹിസ് ക്രിയേഷൻ. നമ്മൾ നമ്മുടെ ആനുവൽ ഡേക്ക് പാടിയ പോലെ ഹൗ ഐ ആം ഹാപ്പി, ഹൗ ഐ ആം, വാട്ട് ഐ ആം. ഓർമ്മയുണ്ടോ ആ സോങ്? UKG കുട്ടികൾ പാടിയത്. അത് എത്ര അർത്ഥവത്താണ്. ദൈവമാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ക്രിയേഷനിൽ നമ്മൾ ഹാപ്പി ആവണം. അതല്ലാണ്ട് അയ്യേ ഞാൻ മെലിഞ്ഞിട്ടാണല്ലോ, എനിക്ക് തടിയില്ലല്ലോ, ഞാൻ ആ കുട്ടിയെ പോലെ കളറില്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കരുത്. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് വൺ ക്യാൻ ഗിവ് ടു ഗോഡ് ഈസ് ടു ബി പ്ലീസ്ഡ് വിത്ത് ഹിസ് ക്രിയേഷൻ. ദൈവം സൃഷ്ടിച്ച എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ദൈവത്തിനോട് പറയുക. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഗോഡിന് കൊടുക്കാൻ പറ്റണത് അല്ലേ. ഇപ്പം നമ്മുടെ കണ്ണും മൂക്കൊന്നും ആരുണ്ടാക്കി വെച്ചതല്ല, ഈശ്വരൻ രൂപം കൊടുത്ത് അയച്ചിരിക്കുകയാണ് ഭൂമിയിലേക്ക്. അപ്പം നമ്മൾ നമ്മുടെ ആ ക്രിയേഷനിൽ അപ്പം അതിനെ നന്നായി ശ്രദ്ധിച്ച് സന്തോഷത്തോടെ വെക്കേണ്ട കടമ ആരുടെയാ? നിങ്ങളുടെയാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് തന്ന സൗന്ദര്യത്തിനെയും അപ്പം കളറില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാൻ പാടുമോ? അയ്യോ എനിക്ക് മുടി കുറവാണ്, ആ കുട്ടിക്ക് നല്ല മുടിയുണ്ട്, നല്ല ഭംഗിയിൽ കെട്ടിയിട്ട് വരുന്നു പറഞ്ഞ് സങ്കടപ്പെടാൻ പാടുണ്ടോ? ഞാൻ മെലിഞ്ഞിട്ടാണ്, എനിക്ക് കുറച്ച് പോലും എല്ലാവരും ഞാൻ 6th പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടാൻ പാടുണ്ടോ? ഇല്ല. നിങ്ങൾ ആ UKG പാട്ട് റൈം ആലോചിച്ചാൽ മതി. ഐ ആം ഹാപ്പി ദ വേ ഐ ആം, ഹൗ ഐ ആം, വേർ ഐ ആം. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് കറക്റ്റായി ചെയ്യുക, സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുക, ഏതൊരു സിറ്റുവേഷനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നെന്താണ്, നിങ്ങളുടെ മനസ്സിന് ഇന്നർ പീസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും തരാൻ പറ്റില്ല. എപ്പോഴും വിചാരിക്കുക എന്തായാലും എല്ലാം ഓക്കെ ആവും. അത് നേരത്തെ പറഞ്ഞ കോട്ടാണ്, എവറിത്തിങ് വിൽ ബി ഓക്കെ ആസ് സൂൺ ആസ് യു ആർ ഓക്കെ വിത്ത് എവറിത്തിങ്, ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി ടൈം എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പോൾ ഈ കോട്ട്സൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിനെ ആസ്പദമായിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്കുള്ളത് പാസേജ്. ഓക്കെ, ദി അൺടെതേർഡ് സോൾ, ദ ജേർണി ബിയോണ്ട് യുവർ സെൽഫ് അല്ലേ. ഇപ്പം നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം ഞാൻ പറയില്ലേ, നമ്മൾ തന്നെയാണ്. ചില ദിവസം നിങ്ങൾ പറയും എനിക്ക് ഭയങ്കര ഹാപ്പി ആയി തോന്നുന്നു, ചില ദിവസം നിങ്ങൾക്ക് ഭയങ്കര വിഷമം. അതൊക്കെ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യണത്, അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടല്ല. അപ്പോൾ എപ്പോഴും രാവിലെ എണീക്കണ മുമ്പേ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അന്ന് നല്ല ദിവസമാവണേ, ഞാൻ നല്ല ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേ, ക്ലാസ്സിലെടുക്കുന്നതൊക്കെ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയണേ. അപ്പം അങ്ങനെയൊക്കെ നല്ല പോസിറ്റിവിറ്റിയോടുകൂടി കാര്യങ്ങളെ നോക്കൂ, നിങ്ങളുടെ മനസ്സും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. മനസ്സിലായോ? സോ ഷാൽ വി മൂവ് ഓൺ ടു ദ പാസേജ്, ഐ മീൻ ദ ആർട്ടിക്കിൾ ഓൺ പേജ് നമ്പർ 150. ചോട്ടെ ചോട്ടെ ഖത്രെ, ഖത്രെ ഉഠാന ജറൂരി ഹെ, അതായത് റിസ്ക് എടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഇൻസെ ബച്നെ കി കോഷിഷ് കംസോർ കർത്തി ഹെ, ചിലവർക്ക് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്.
അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താവും, അവർ സ്വാഭാവികമായിട്ടും വീക്കായി പോവും, വീക്ക് പേഴ്സൺ. ഓക്കെ. യഹ് ആം ധാരണ ഹേ കി ബഡേ ലോഗ് ജ്യാദാ ഖത്രെ ഉഡാത്തെ ഹേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ടുള്ളൊരു മിസ്കോൺസെപ്ഷനാണ്, വലിയ ആൾക്കാർ മാത്രമേ റിസ്ക് എടുക്കുന്നുള്ളൂ എന്നുള്ളത്. लेकिन इस मामले में बच्चे बड़ों से ज़्यादा बेहतर होते हैं. പക്ഷേ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് ആരാ? നിങ്ങൾ കുട്ടികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജാഡിയോമേം ബേധട ഗുസ്ന. ഈ വലിയ ബുഷസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു പേടിയില്ലാണ്ട് അങ്ങോട്ട് ഒളിയാൻ പോവാ. വലിയ ആൾക്കാരാണെങ്കിൽ എന്ത് വിചാരിക്കും, ഈശ്വര ആ ബുഷിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവുമോ, വല്ല ഇഴജന്തുക്കളുണ്ടാവോ, എങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാ? കുട്ടികൾക്ക് അങ്ങനത്തെ ചിന്ത വല്ലതും ഉണ്ടോ? കളിക്കുമ്പോൾ എന്നെ കണ്ടുപിടിക്കരുത്, ഒളിയാനൊരു സ്ഥലം വേണം പറഞ്ഞിട്ട് അതൊരു ധൈര്യമല്ലേ, ഒരു റിസ്ക് എടുക്കല്ലേ ആ കുട്ടി. അടുത്തത് അങ്കാരോം സേ ഖേൽന. അങ്കാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡർ. സിൻഡർ മീൻസ് എ വെരി സ്മോൾ പീസ് ഓഫ് ബേണിംഗ് കോൾ, വുഡ് എക്സെട്ര. ചെറിയൊരു ഇരിക്കുന്ന ഒരു കരിക്കട്ട കഷ്ണം അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം, മനസ്സിലായോ? അതിനെയാണ് അങ്കാരം. ഈ നമുക്കൊക്കെ പേടിയല്ലേ തീയുടെ അടുത്ത് പോയി കളിക്കാനും ഒക്കെ, പക്ഷെ ചെറിയ കുട്ടികൾക്ക് പേടിയുണ്ടോ? കുട്ടികൾക്ക്, ചെറിയ കുട്ടികളല്ല, കുട്ടികൾക്ക് പേടിയുണ്ടോ? ഇല്ല എന്നാണ് അദ്ദേഹം പറയണത്. പേടോം പർ ചടന. അതേപോലെ എന്താ ചെയ്യുക, കുട്ടികൾ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഓടിപ്പോയി മരത്തിൻ്റെ മുകളിലൊക്കെ കയറും. നമ്മളാണെങ്കിലോ, ഈശ്വര ആ മരത്തിൻ്റെ ചില്ല പൊട്ടുമോ, ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയോ, എനിക്ക് നിൽക്കാൻ പറ്റുമോ? വലിയ ആൾക്കാർ എന്തൊക്കെ ആലോചിക്കുമല്ലേ. അതിനാണ്ടാണ് പറയുന്നത് ചിൽഡ്രൻ ആർ ഇന്നസെൻറ്റ്. കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സാണ്, അവരിതൊന്നും കടന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ശരിക്കും അവരുടെ മൈൻഡാണ് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള, മൈൻഡ്ഫുൾ ഹാപ്പിനെസ് അവർക്കാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയണത്. കാരണം ഒന്നിനെപ്പറ്റി അവർ വെറുതെ വറി ചെയ്യുന്നില്ല, മനസ്സിലായോ? പക്ഷെ വലിയ ആൾക്കാരാണ് കൂടുതൽ വറി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ. വഗേര കാമോം സെ ബച്നെ കാ കഹാ ജാത്താ താ, ഫിർ ബി ബച്ചെ മാനത്തെ കഹാന്തെ. പക്ഷെ വലിയ അവരൊക്കെ പറയും അല്ലേ, പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ പറയും, അതാ മരത്തിൻ്റെ മുകളിൽ കയറണ്ട, വീഴും, അതിൽ കഴിക്കണ്ട, കൈ പൊള്ളും, ഇതിൻ്റെ ബുഷിൻ്റെ ഇടയിലൊന്നും പോണ്ട, വല്ല ജന്തുക്കളും ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ ഈ കുട്ടികൾ ഇതൊക്കെ കേൾക്കണവരാണോ? ഒന്നുമല്ല. ആജ് കെ ദൗർ മേ ഐസെ ബച്ചെ കം സെ കം ഹോ ഗയേ ഹേ. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതിന് വല്ലതിനും പറ്റുമോ? എന്താ കാരണം? അവർക്ക് എവിടെ കളിക്കാനുള്ള അവസരം? അവരേത് നേരവും മൊബൈലിൽ ഗെയിം കളിക്കുകയല്ലേ. അപ്പോൾ ഈ ഓടി ചാടി കളി, ഈ കളികളൊന്നും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും? जो ऐसा करते हो ऐसे में यह मान लेना गलत नहीं होगा कि खतरे उठाने की हमारी क्षमता चूकती जा रही है. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ആണ് ഇപ്പോൾ വളർന്നു വരുന്ന സൊസൈറ്റിയിലുള്ളത് അല്ലേ. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കമ്മിയാണ്. അതായത് ഏതൊരു കാര്യത്തിനും ഒരു റിസ്ക് ഫാക്ടർ, ഒരു കാര്യം അങ്ങോട്ട് ധൈര്യപൂർവ്വം പോട്ടെ, എന്ത് വന്നാലും ഞാനതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു ധൈര്യം അവർക്കില്ല എന്നാണ് അദ്ദേഹം പറയണത്. മനസ്സിലാവുന്നുണ്ടോ? बड़ों के खतरे उठाने का तरीका अलग है, मगर यह सच है कि जिन्होंने बचपन में छोटे छोटे खतरे नहीं उठाए हो वे बड़े होने पर भी ऐसा कर नहीं पाते. അപ്പോൾ എന്താണ്, ഈ ചെറുപ്പകാലത്ത് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഒന്നിനും ചെയ്യാൻ, ഒരു റിസ്ക് എന്തെങ്കിലും എടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദി അൺടെത്തേർഡ് സോൾ, द जर्नी बियॉन्ड योर सेल्फ के लेखक और विचारक माइकल ए सिंगर कहते हैं कि जो व्यक्ति खतरे उठाने वाला है वह दरअसल बचपन से बेधड़क होकर काम करने वाला है. അപ്പോൾ റിസ്ക് എടുക്കാൻ ഇതുള്ളൊരു വ്യക്തി ചെറുപ്പത്തിലും ഒരു ബിന്ദാസ് എല്ലാത്തിലും പോയിട്ട് സധൈര്യം, വിത്തൗട്ട് എനി ഫിയർ, ഏതൊരു അഡ്വഞ്ചറസ് ഇത് കാര്യം ചെയ്യുന്ന ആളായിരിക്കും. वह प्रयोगधर्मी भी होगा और कार्यकुशल भी.
അവരെന്തായിരിക്കും, വളരെ എക്സ്പെരിമെൻ്റലും ആയിരിക്കും, പിന്നെ എന്താ നല്ല എഫിഷ്യൻറ്റും ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയണത്. ഓക്കെ. माइकल यह बात करते हुए एक चेतावनी भी देते हैं कि कभी बड़े खतरे नहीं उठाए, इसकी जगह छोटे छोटे खतरे उठाने की कोशिश करें. വലിയ ഇതൊന്നും എടുക്കാൻ പറയുന്നില്ല, ചെറിയ ചെറിയ റിസ്ക് ഒക്കെ നിങ്ങൾക്ക് എടുക്കാമല്ലോ. बड़े खतरे आए भी तो छोटे छोटे हिस्सों में बांट कर उसे पूरा करे. അപ്പം അദ്ദേഹം പറയണത്, ഇപ്പം നിങ്ങൾക്കൊരു കേക്ക് പീസ് കിട്ടി, നിങ്ങൾ 10 പേരുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾ എന്ത് ചെയ്യും, ആ കേക്ക് പീസിനെ 10 കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെ കഴിക്കില്ലേ? അതേപോലെ വല്ല വലിയ പ്രോബ്ലമൊക്കെ ലൈഫിൽ വരികയാണെങ്കിൽ അതിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ നേരിടാനുള്ള ധൈര്യമാണ്, അല്ലെങ്കിൽ നേരിടാൻ ട്രൈ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയണത്. लॉर्ड बैरन रोमानी कवि थे, पर कदम दर कदम ഖത്തറെ ഉഠാനെ മേ ബി മഷൂർ. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ എന്തും റിസ്ക് എടുത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരുന്നു. ആര്? ലോർഡ് ബൈറൺ. വ കോളേജ് കെ ദിനോ മേ അപ്നെ കമറെ മേ ബാലു രഖ്തേ थे. അദ്ദേഹം കോളേജ് ഡേയ്സിൽ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റൽ റൂമിൽ അദ്ദേഹം ആരെ വെച്ചിട്ടുണ്ടായിരുന്നു? ബെയറിനെ. कहते हैं भालू के दांत और पंजे मुझे रोमानियत का एहसास कराते हैं. भालू से ज़्यादा उन पर कॉलेज से निकाले जाने का खतरा था. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കരടീനെ ഒരു ഹോസ്റ്റൽ റൂമിൽ താമസിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോരം ധൈര്യം വേണം അല്ലേ? കാരണം എന്താ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോളേജിൽ നിന്ന് പുറത്താക്കും. പക്ഷേ അതൊരു റിസ്ക് ആയിട്ട് എടുത്തിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത്. जरूरी नहीं कि बैरन जैसा खतरा आप उठाए, पर यह याद रखें कि नौकाएं तट पर सबसे ज़्यादा सुरक्षित होती है, मगर उन्हें किनारे पर बांधने के लिए नहीं बनाया जाता. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ബൈറനെ പോലെയുള്ള വലിയ റിസ്ക് ഒന്നും നിങ്ങൾ എടുക്കണ്ട, പക്ഷെ ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുക്കാമല്ലോ. കാരണം തോണി കണ്ടിട്ടില്ലേ? ബോട്ട് ഏറ്റവും സേഫായിരിക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഷോറിൽ അതിനെ കെട്ടിയിടുമ്പോഴാണ്. പക്ഷേ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ കെട്ടിവെക്കാനാണോ? അല്ല, അത് യാത്ര ചെയ്യാനാണ്. അപ്പം നമ്മളും ജീവിതമാകുന്ന ലൈഫിൽ, മനസ്സിലായോ, ജീവിതമാകുന്ന തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകണം നമ്മൾ. അപ്പം നമ്മുടെ മൈൻഡിന് മൈൻഡ്ഫുൾ ഹാപ്പിനെസ്സും ഇന്നർ പീസും കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുക്കണം എന്നാണ് അദ്ദേഹം നമുക്ക് ഈ ആർട്ടിക്കിൾ വഴി പറഞ്ഞു തരുന്നത്. ഇനി ചില വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം. ഖത്രെ ഉഠാന, ടേക്ക് ദ റിസ്ക്. കംസോർ, വീക്ക്. ആം ധാരണ, മിസ്കോൺസെപ്ഷൻ. ഭേദടക്, ഫിയർലെസ്ലി. ഘുസ്ന, ടു എൻറ്റർ. Angarom, cinder, a very small piece of burning coal, wood, etc. Kshamata, chukti, capacity, defaults. Vicharak, thinker. Prayogdharmi, experimental. Karykushal, efficient. Chetavani, warning. Hissom, parts. Bhatkar, divided. Mashhur, famous. അപ്പോൾ ഇത് മനസ്സിലായോ? അപ്പോൾ ഈ ആർട്ടിക്കിളിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്രാമർ ഇത് വരുന്നുണ്ട്. പത്രലേഖൻ ചെറിയൊരു പോർഷനാണ്. അപ്പോൾ അത് നമ്മൾ പത്രലേഖൻ ലാസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ ലാസ്റ്റ് ഇയർ ഏതിനെ പറ്റിയിട്ടാണ് പഠിച്ചത്? ഇൻഫോർമൽ ലെറ്റർ, അനൗപചാരിക് പത്ര. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിതിൽ കുറച്ച് പോയിൻറ്റ്സേ നോക്കുന്നുള്ളൂ. ഔപചാരിക് പത്ര. സോ പത്രലേഖൻ. औपचारिक पत्र कार्यालयीन कामकाज से संबंधित पत्र यानी औपचारिक पत्र, ऑफिशियल लेटर्स. कक्षा 6 में हमने अनौपचारिक पत्र लेखन के बारे में जानकारी प्राप्त की. इस वर्ष हम औपचारिक पत्र के बारे में जानकारी प्राप्त करेंगे. औपचारिक पत्र लिखते समय हमें निम्नलिखित बातों का ध्यान रखना आवश्यक है. അപ്പോൾ ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം?
पत्र हमेशा बाईं ओर से लिखा जाता है. ഫസ്റ്റ് പോയിന്റ്, പത്ര ഹമേഷ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് എഴുതി തുടങ്ങേണ്ടത്. സെക്കൻഡ് പോയിന്റ്, औपचारिक पत्र को उसके प्रारूप के अनुसार एक निश्चित क्रम में लिखना आवश्यक है. അതിൻ്റെ ഫോർമാറ്റിൽ തന്നെ എഴുതേണ്ട ഒരു ഇതാണ് औपचारिक फॉर्मल लेटर्स. थर्ड पॉइंट, पत्र प्राप्त करने वाले के पदानुसार उसको संबोधन तथा अभिवादन करना आवश्यक है. ലെറ്റർ ആർക്കാണോ നമ്മൾ എഴുതുന്ന അവരെ സംബോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ വിഷ് ചെയ്യണതൊക്കെ അത്യാവശ്യമാണ്. ഫോർത്ത് പോയിന്റ്, औपचारिक पत्र में विषय को संक्षिप्त में लिखिए. വളരെ ബ്രീഫായിട്ട് എഴുതാൻ പാടുള്ളൂ, ഷോർട്ടായിട്ട്. ഫിഫ്ത്ത് പോയിന്റ്, संबोधन के पश्चात तुरंत विषय का विस्तार कीजिए. നമ്മൾ അവരെ സംബോധന ചെയ്ത ശേഷം ഉടനെ വിഷയത്തിലേക്ക് വരണം. लास्ट पॉइंट, पत्र को विषय वस्तु के अनुसार बांट जाना चाहिए ताकि पाठक उसे आसानी से पढ़ सके. അപ്പോൾ അതിനെ ഒരു ക്രമത്തിൽ ഓർഡറിൽ എഴുതണം. അതെന്താണെന്നുള്ളത് സ്ട്രെയിറ്റ് വിഷയത്തിലേക്ക് ടോപ്പിക്കിലേക്ക് വരണം. അത് അവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണത് ചെയ്യാൻ പറയണത് നിങ്ങളുടെ അടുത്ത്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഔപചാരിക് പത്രനെ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നെക്സ്റ്റ് പേജിൽ ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? എന്താണത്? 12 ഫെബ്രുവരി നന്ദൻവൻ സൊസൈറ്റി. കണ്ടോ? ഈ ഒരു അഡ്രസ്സ് കണ്ടില്ലേ? എന്താണ്? സർദാർ നഗർ, രാജ്കോട്ട് 360002. ഇത് പത്ര ബേജ്നെ വാലേക്ക പത്ത. ആരാണോ എഴുതണ അയാളുടെ അഡ്രസ്സ് ആദ്യം എഴുതുക. നെക്സ്റ്റ് എന്താണ്? ദിനാങ്ക്. ദിനാങ്ക് മീൻസ് ഡേറ്റ്. 16 ഫെബ്രുവരി 16 ഫെബ്രുവരി 2020. നെക്സ്റ്റ് സേവാമേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർക്കാണ് എഴുതേണ്ടത്? 2 പത്ര പ്രാപ്ത് കർണേ വാലേക്ക പത്ത്. ആർക്കാണോ ഈ കത്ത് അഡ്രസ്സ് ചെയ്യണം അവരുടെ അഡ്രസ്സ് എഴുതുക. ദാറ്റ് ഈസ് പ്രധാനാചാര്യ TCS രാജ്കോട്ട് 360001. विषय पत्र का विषय मान्यवर या महोदय. पदानुसार संबोधन. പ്രഥം അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇത് സംബോധന ചെയ്യുക. പിന്നെ ഫസ്റ്റ് പാരഗ്രാഫ് പ്രഥം പരിച്ഛേദിൽ എന്താണ്? വിഷയ്ക്ക് പ്രസ്താവന, ടോപ്പിക്ക് പറയുക. ദൂസരെ പരിച്ഛേദ് വിഷയ് കാ വിസ്താർ, വിഷയത്തിനെ പറ്റി ഡീറ്റെയിൽ ആയി പറയുക. തീസറ പരിച്ഛേദ് തേർഡ് പാരഗ്രാഫ് എന്ത് എഴുതും? വിഷയ് കാ സമാപൻ, കൺക്ലൂഷൻ. അത് കഴിഞ്ഞാൽ ധന്യവാദ്, താങ്ക് യു പറയണം. പിന്നെ ഭവതീയ നാം, ആരാണെന്ന് വെച്ചാൽ അവരുടെ പേര്. പദാനുസാർ അഭിനിവേദൻ, ആരാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ സിഗ്നേച്ചർ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ? ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇതൊക്കെ വായിക്കുക. മറ്റേ ദ അൺടെതേർഡ് സോൾ എന്ന് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോഡ്സൊക്കെ ഞാൻ പറഞ്ഞതുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് സെർച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അറിയുക എന്താണെന്നുള്ളത്. സോ നല്ലോണം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.